ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ 2 പീസൊന്നും അധികമായിട്ട് കഴിക്കാത്തവരാണല്ലോ, അപ്പോൾ അതൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. മിക്സഡ് ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാനിലിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇങ്ങനെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് ഉടനെ മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ പാനിലിരുന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ചൂടാറാൻ വയ്ക്കുക. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ, എന്നാൽ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കട്ട്ലറ്റോ കറിയിലോ ഒക്കെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ഇനി ബോട്ടിലേക്ക്, നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് ഇതുപോലെ ഒരു പേപ്പറിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടും തന്നെ താഴെ പോകാണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. എളുപ്പത്തിൽ ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ബ്രെഡ് ക്രംസിൻ്റെ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്